ഹലോ, ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോ ആരെങ്കിലും കാണുന്നുവെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം എന്നാണ്. പുലാവുകൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാ വെജിറ്റബിൾസും സ്പൈസസും മാത്രം മതി, സെപ്പറേറ്റ് ആയിട്ട് ഒന്നും വേണ്ട. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ ആ ഒരു ടേസ്റ്റും അതിന്റെ ഒരു മണവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളേ. ഇപ്പൊ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ചേച്ചിയെ ഇത്ര അങ്ങ് തള്ളല്ലേന്ന്. തള്ളിയതല്ല, സത്യമായിട്ടും തള്ളിയതല്ലേ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് റെസിപ്പിയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എഗ്ഗ് പുലാവ് ചെയ്തില്ലേ, അതേ സെയിം മെത്തേഡ് വേണേലും ചെയ്യാം. പകുതി എണ്ണ പകുതി നെയ്യ് അങ്ങനെയും ചേർക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ലേശം ഒന്ന് കൂടുതൽ വേണം, നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യണമല്ലോ. കാരണം വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും അങ്ങനെ അധികം വരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വയണയില ഉണ്ടെങ്കിൽ വയണയില ഇടാം, അതല്ല കറുകപ്പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ അതിടാം. 10 ഗ്രാമ്പൂ, പട്ട, 5 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇപ്പൊ കുക്കറിനകം നിങ്ങൾക്ക് കാണാമെന്നാണ് എന്റെ വിശ്വാസം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആവണം. അത് ഫ്രൈ ആയ ശേഷം ഞാൻ മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തേക്കുന്നത്. അയ്യോ ചേച്ചിയെ 2 സവാളയൊന്നും ചോദിക്കില്ലേ, ഇപ്പൊ ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ട് എല്ലാ സവാളയുടെ. 130, 140 കിടന്ന സവാളയാണ്, ഇപ്പൊ 30 രൂപ. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങ് വയളണ്ട, ഒന്ന് അതിന്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഒരു 2-3 മിനിറ്റ്. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അധികം ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത്തിരി കുറച്ചോ കേട്ടോ. അപ്പൊ ഇതും ചെറുതായിട്ടൊന്ന് നല്ല മണം വരട്ടെ. ഒരു 2 മിനിറ്റ് അത്രയും മതി. അപ്പൊ അതും റെഡിയായി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോളിഫ്ലവർ, പിന്നെ ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കം, ഒരു 10 ബീൻസ് നീളത്തിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, 4 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, പക്ഷെ ഇതിൽ നമ്മൾ മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഈ എരി മാത്രമേ ഉള്ളൂ, പക്ഷെ ഒത്തിരി എരി വേണ്ട. ഈ എണ്ണയുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുതുമ്പെ 1 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉരുളക്കിഴങ്ങും ഇടാം. അതുപോലെ ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ അത്, അല്ലാതെ ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ നേരത്തെ കുതിർത്ത് വെച്ച് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ലേശം കളറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ ഇല്ല മഞ്ഞൾപ്പൊടി. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, എനിക്ക് ഫോട്ടോയ്ക്ക് ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടി ലേശം കളർ ചേർത്തന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒരു 1/4 ഗ്ലാസ് ഇല്ല, വെള്ളം ഒഴിച്ച് ഇതൊരു 40% വെജിറ്റബിൾസ് ഒന്ന് വേവണം. പകുതിയിൽ കുറച്ച് മാത്രം വെന്താൽ മതിയേ. അപ്പൊ ഇതൊന്ന് വേവട്ടെ. ഞാൻ മീഡിയം തീയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോ മീഡിയം തീയിൽ 3 മിനിറ്റ് കഴിഞ്ഞു. ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് ഈ ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ആണേ. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എടുത്ത അരിയ. ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഇതിന് നല്ലത്. അപ്പൊ നല്ല നീളമുള്ള അരി കിട്ടുവാണെങ്കിൽ അതാ ഏറ്റവും നല്ലത്. തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോ ഗരം മസാലയുടെ മണം നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നു എങ്കിൽ ലേശം കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട്. ഇനി നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത്, ഏത് കപ്പാണോ എടുക്കുന്നത്, അതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. അപ്പൊ ഇവിടെ 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം. ഇനി ഉപ്പൊക്കെ പരുവമാണോ നോക്കണം. വെള്ളത്തിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് വെള്ളത്തിൽ ഉപ്പ് ലേശം മുമ്പിട്ട് നിൽക്കണം. അതാണ് ചോറിന് ഉപ്പ് പിടിക്കാൻ പാകം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുലാവാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി മുകളിൽ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. എന്റെ കയ്യിൽ മല്ലിയിലയുള്ളൂ, പുതിനയിലയും കൂടെ ഉണ്ടെങ്കിൽ പുതിനയില ലേശം ചേർത്താൽ മതി, ഒത്തിരി വേണ്ട. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസില്, അത് മാത്രം മതി. ഹൈ ഫ്ലെയിമിലായിരിക്കണം, അത് മറക്കരുത്. ഒറ്റ വിസിലാവുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടേക്കണം. ഫുൾ സ്റ്റീം പോയ ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവൂ.
ഫുൾ സ്റ്റീം പോയിട്ടുണ്ട്. എന്താ ഒരു മണം വരുന്നതെന്ന് അറിയാമോ? നന്നായിട്ട് വെന്തു, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഇനി ഇത് ഇപ്പം ഇളക്കണ്ട, ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ ഇളക്കണ്ട, കുഴഞ്ഞു പോവും. ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റിൽ നിന്ന് തണുക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യം ചെറുതായിട്ട് ആവിയൊക്കെ പോയി. ഞാൻ അതിനകത്തെ പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ എടുക്കാൻ പറ്റിയതൊക്കെ ഇങ്ങനെ മാറ്റിയേ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു മെനക്കേടാം. അപ്പൊ ഇനി അടിയിൽ നിന്ന് ഇളക്കിയാലും കുഴഞ്ഞൊന്നും പോകത്തില്ല. കണ്ടോ? നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ഈസിയാണ്. തീർച്ചയായിട്ടും ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.